ഹായ് ലേണേഴ്സ്, നമുക്കിന്നിവിടെ മൊമെന്റ്സ് ഓഫ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്താണെന്ന് നോക്കാം. നമ്മൾ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആദ്യം എന്താണെന്ന് നോക്കി, അതിൻ്റെ ഷേപ്പ് കാര്യങ്ങൾ നോക്കി, അതിൻ്റെ ഗ്രാഫ് എങ്ങനെ വരുന്നു കാര്യങ്ങൾ നോക്കി, നെക്സ്റ്റ് അതിൻ്റെ പ്രോപ്പർട്ടീസും നോക്കി കഴിഞ്ഞു. ഇനി നമുക്കിത് നോക്കാനുള്ളത് അതിൻ്റെ മീൻ വേരിയൻസ് എന്നോട് നോക്കാം. മൊമെന്റ്സ് ഓഫ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആദ്യം വരുന്നതാണ് മീൻ നമ്മൾ ഡിനോട്ട് ചെയ്യും ഇ ഓഫ് എക്സ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ -∞ to ∞ എക്സ് എഫ് ഓഫ് എക്സ് ഡി എക്സ്. നമുക്ക് ഇതിനിപ്പോൾ ചെയ്യാൻ എളുപ്പം ചെറിയൊരു മാറ്റങ്ങൾ ചെയ്തു. അതായത് ഇൻ്റഗ്രൽ ഓവർ -∞ to ∞ എക്സ് മൈനസ് മ്യൂ പ്ലസ് മ്യൂ എഴുതി. മ്യൂ പ്ലസും മൈനസും എന്തായി 0 ആയി. അത് യാതൊരു ചേഞ്ചും വരുത്തിയില്ല. എഫ് ഓഫ് എക്സ് ഡി എക്സ്. നെക്സ്റ്റ് എന്ത് ചെയ്തു? അടുത്തതിന് എക്സ് മൈനസ് മ്യൂവിനും സെപ്പറേറ്റ് ചെയ്തു. -∞ to ∞ എക്സ് മൈനസ് മ്യൂ എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്നും പ്ലസ് മ്യൂ ബാക്കിയില്ലേ ∞ to ∞ മ്യൂ എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഇത്ര എഴുതി. ഇനി എന്ത് ചെയ്യും? നെക്സ്റ്റ് സ്റ്റെപ്പിൽ ചെയ്ത് ഇതിന് നമ്മൾ പഠിച്ച ഇക്വേഷൻ, ഇതിപ്പോൾ നമ്മൾ പഠിച്ച ഇക്വേഷൻ ആണല്ലോ, ഇത് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഇക്വേഷൻ ആണല്ലോ, അതിലേക്ക് നമ്മൾ മാറ്റി എഴുതി. അങ്ങനെ എഴുതി എക്സ് മൈനസ് മ്യൂ ഇൻ്റഗ്രൽ ഓവർ -∞ to ∞ എക്സ് മൈനസ് മ്യൂ. നമ്മൾ ഇക്വേഷൻ എന്താണ്? 1/σ 2π √2π e പവർ -x minus mu the whole square divided by 2σ² dx പ്ലസ് മ്യൂ പുറത്തെടുത്തു -∞ to ∞ എഫ് ഓഫ് എക്സ് ഡി എക്സ് എഴുതി. അപ്പം എന്ത് എഴുതി? നെക്സ്റ്റ് ഇപ്പം എന്താണ്? അതിൻ്റെ വാല്യൂ കൊടുക്കുമ്പോൾ ഇതിന് നെക്സ്റ്റ് ഇപ്പം സിഗ്മ ഡോട്ട് ഇൻറ്റു 1/2π √2π ഇൻറ്റു എന്താണ്? ഈ പവർ വാല്യൂ 0 ആണ്. അപ്പം എന്തുവരും? 0 പ്ലസ് മ്യൂ ഇൻറ്റു 1. അപ്പം എന്തുവരും? ഇതാണ് നോക്കുന്നത്. മ്യൂ ഇൻറ്റു 1 എന്ന് പറയുമ്പോൾ ഇത് ഓട്ടോമാറ്റിക് 0 ആയി. ബാക്കി എന്ത് കിട്ടി? മ്യൂ എന്ന് കിട്ടി. അപ്പം നമുക്ക് ഈ സ്റ്റെപ്പിൽ നിന്ന് ഈ സ്റ്റെപ്പിലോട്ട് വന്നു കഴിഞ്ഞാണ് ഈ ഫംഗ്ഷൻ മ്യൂ തന്നെ ഈ എക്സ് മൈനസ് മ്യൂ എന്ന് വന്നു. ഇതെന്താണ്? ഇത് ഈക്വൽ ടു സിഗ്മ എന്നാണ് വരുന്നത്. ഈ ഒരു ഫംഗ്ഷൻ ഇതും കൂടെ ആഡ് ചെയ്ത് വരുമ്പോൾ ഇതിൻ്റെ ഡിഫറൻഷ്യൽ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് അതിൻ്റെ കൂടെ ഇതിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈ സ്റ്റെപ്പിലോട്ട് വരുന്നത്. ഓരോന്നും ഇൻറ്റഗ്രേറ്റ് ചെയ്തു. ഇൻറ്റഗ്രേറ്റ് ശേഷം വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു വാല്യൂക്ക് നമ്മൾ എത്തുന്നത്. അപ്പോൾ എന്ത് ചെയ്യും? അതിൻ്റെ മീൻ എന്ന് പറയുന്നത് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ മീൻ എന്ന് പറയുന്നത് മ്യൂ എന്ന് കിട്ടി. നെക്സ്റ്റ് ഇതിൻ്റെ വേരിയൻസ് നോക്കാം. വേരിയൻസ് നമ്മൾ എന്താ കുറിക്കുക? വി ഓഫ് എക്സ് എന്നാണ് കുറിക്കുക അല്ലേ? നോർമലി കുറിക്കാനായിട്ടാണ് വി ഓഫ് എക്സ്. അപ്പം എന്തുവരും? വി ഓഫ് എക്സ് ഈക്വൽ ടു ഇ ഓഫ് എക്സ് മൈനസ് ഇ ഓഫ് എക്സ് ദ ഹോൾ സ്ക്വയർ നമ്മൾ എഴുതി. ഇ ഓഫ് എക്സ് മൈനസ് ഇ ഓഫ് എക്സ് ഹോൾ സ്ക്വയർ. അപ്പോൾ നമുക്ക് ഇ ഓഫ് എക്സിൻ്റെ വാല്യൂ നമുക്കറിയാലോ എന്താണ്? ഇത് മീൻ ആണ്. അപ്പം എങ്ങനെ എഴുതും? ഇ ഓഫ് എക്സ് മൈനസ് മ്യൂ ദ ഹോൾ സ്ക്വയർ എന്നാണ്. മീൻ എന്ന് പറഞ്ഞാൽ മ്യൂ ആണ്. മ്യൂ ദ ഹോൾ സ്ക്വയർ. ഈ ഇൻ്റഗ്രേഷനിലേക്ക് മാറ്റുമ്പോൾ എങ്ങനെ വരും? ഇൻ്റഗ്രൽ ഓവർ -∞ to ∞ എക്സ് മൈനസ് മ്യൂ ദ ഹോൾ സ്ക്വയർ എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്താണ്? ഈക്വൽ ടു ഇതിൻ്റെ വാല്യൂ നമുക്ക് ഓരോ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോടെ ചെയ്യാൻ വാല്യൂ അല്ല ഇതിൻ്റെ ഇക്വേഷനിലേക്ക് മാറ്റാം. നമ്മൾ നേരത്തെ ചെയ്ത പോലെ എക്സ് മൈനസ് മ്യൂ എഴുതാം. എക്സ് മൈനസ് മ്യൂ ദ ഹോൾ സ്ക്വയർ 1/σ √2π e പവർ -x minus mu the whole square divided by 2σ². നമുക്കിത് പ്രത്യേകിച്ച് പറയാത്ത നമ്മൾ നോർമൽ ഇക്വേഷൻ്റെ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ഇക്വേഷൻ പഠിച്ചുകൊണ്ടാണ് പ്രത്യേകിച്ച് എടുത്ത് പറയാത്തത്. ഇൻറ്റു ഡി എക്സ്. ഇത് ചെയ്യേണ്ട എന്ത് ചെയ്യുക? നമുക്കിനി കുറച്ച് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. പുട്ട് എക്സ് മൈനസ് മ്യൂ ഡിവൈഡഡ് ബൈ സിഗ്മ. എക്സ് മൈനസ് മ്യൂ ഡിവൈഡ് ബൈ സിഗ്മ എടുത്തു. ഇത് നമ്മൾ എന്ത് ചെയ്യും? സെഡ് എന്ന് കൊടുത്തു. എക്സ് മൈനസ് മ്യൂ ഡിവൈഡ് ബൈ സിഗ്മനെ സെഡ് എന്ന് കൊടുത്തു. അപ്പോൾ എക്സ് മൈനസ് മ്യൂ എന്ത് വരും? സിഗ്മ സെഡ് ഓർ സെഡ് സിഗ്മ വന്നു. അപ്പോൾ എന്ത് ചെയ്യും? ഇത് ഡി എക്സ് വാല്യൂ മാറ്റേണ്ടത്. ഡി എക്സ് ഈക്വൽ ടു സിഗ്മ ഡി സെഡ് എന്ന് വന്നു. ഡി എക്സ് ഈക്വൽ ടു സിഗ്മ ഡി സെഡ് ആകുമ്പോൾ എക്സ് വാല്യൂ വരും. എക്സ് എന്ന് പറയുന്നത്
പ്ലസ് ഓർ മൈനസ് ഇൻഫിനിറ്റി ആണ്. അപ്പോൾ എന്തൊരു സെഡ് ഇക്വൽ ടു പ്ലസ് ഓർ മൈനസ് ഇൻഫിനിറ്റി ഉണ്ടാവും. പിന്നെ എക്സിന്റെ വാല്യൂ പ്ലസ് ഓർ മൈനസ് ഇൻഫിനിറ്റി ആണ്. അപ്പോൾ സെഡ് വരുമ്പോഴത്തേക്കും നമുക്ക് പ്ലസ് ഓർ മൈനസ് ഇൻഫിനിറ്റി വരാം, അല്ലെങ്കിൽ വേറെ മാറി വരാനും അതിൻ്റെ ആ ഇതിനനുസരിച്ച് എന്ത് ചെയ്യും, മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ എന്ത് ചെയ്യും, കിട്ടി. ഇത് നമ്മൾ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പോൾ എന്ത് കിട്ടും, 1 നമുക്ക് ഒരേ ലെവലിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത പോലെ ഡാറ്റ എഴുതിക്കൊണ്ടല്ലോ, ഡാറ്റ എഴുതിക്കൊണ്ട മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി 1 വേണ്ട ഇൻഫിനിറ്റി എക്സ് മൈനസ് മ്യൂവിൻ്റെ പോലെ എഴുതും എക്സ് മൈനസ് മ്യൂ സിഗ്മ സെറ്റ് ഹോൾ സ്ക്വയർ 1 സിഗ്മ റൂട്ട് 2 ഇ പവർ എക്സ് മൈനസ് മ്യൂ 2 സിഗ്മ ഉണ്ട്, നമുക്ക് എങ്ങനെ മാറ്റി എഴുതാൻ പറ്റും, മൈനസ് സെഡ് സ്ക്വയർ ബൈ 2 സിഗ്മ എക്സ് മൈനസ് മ്യൂ ഡിവൈഡ് ബൈ സിഗ്മ ഈക്വൽ ടു സെഡ് ആണ്. അപ്പോൾ മൈനസ് സെഡ് സ്ക്വയർ ബൈ 2 സിഗ്മ ഡി സെഡ് ഈ സാധനം പുറത്തോട്ട് എടുക്കുക. അപ്പോൾ എന്ത് കിട്ടും, 1 സിഗ്മ 2 പൈ ഇന്റഗ്രൽ ഓവർ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി സെഡ് സിഗ്മ ദ ഹോൾ സ്ക്വയർ ഇ പവർ മൈനസ് സെഡ് സ്ക്വയർ ബൈ 2 സിഗ്മ ഡി സെഡ്. നമ്മൾ ഈ സിഗ്മ സ്ക്വയർ നമ്മൾ പുറത്തെടുക്കുകയായിരുന്നു. അപ്പോൾ എന്ത് കിട്ടും, സിഗ്മ സ്ക്വയർ ഡിവൈഡ് ബൈ സിഗ്മ റൂട്ട് 2 ഇന്റഗ്രൽ ഓവർ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി സെഡ് സ്ക്വയർ ഇ പവർ മൈനസ് സെഡ് സ്ക്വയർ ബൈ 2 സിഗ്മ ഡി സെഡ്. ഇവിടെ എന്ത് പറഞ്ഞാൽ ഇവിടെ ചെറിയ ഇത് വരണ്ടേ, സിഗ്മ സ്ക്വയർ ഇവിടെ പുറത്തെടുത്തു, ഇതിൽ സിഗ്മ വരണ്ടേ, ഇവിടെ നിന്ന് ഇവിടെ ഡി സെഡ് വരില്ല, വെറും സിഗ്മ വരില്ല, വെറും ഡി സെഡ് വരില്ല. നമ്മൾ വിട്ടു വന്ന് എന്ത് ചെയ്യും, ഈ സിഗ്മ സ്ക്വയർ ഈ സിഗ്മയും കൂടി ചേർത്താൽ പുറത്ത് വരിക, സിഗ്മയിൽ നിന്ന് സിഗ്മ വരുമ്പോൾ ഇതിൽ നിന്ന് സിഗ്മ സ്ക്വയർ ഉണ്ടാവും, കോമൺ സിഗ്മ സ്ക്വയർ ഔട്ട് എടുക്കുന്നത് മറ്റൊറ്റ ഇക്വേഷൻ അല്ലേ, അത് സിഗ്മ സ്ക്വയർ ഔട്ട് എന്ത് ചെയ്യും, മൊത്തമായിട്ട് സിഗ്മ സ്ക്വയർ ഔട്ട് എടുക്കുക. അപ്പോൾ സിഗ്മ സ്ക്വയർ എന്ത് ചെയ്യും, കോമൺ ആയിട്ട് മൊത്തമായിട്ട് പുറത്ത് വരിക ചെയ്യാം. അപ്പോൾ എന്ത് ചെയ്യും, ഇനി നെക്സ്റ്റ് അടുത്ത സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് പോകുന്നത്, ഈ സെഡ് സ്ക്വയറിന് വേണ്ടിയുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് പോകുന്നത്. നേരത്തെ നമ്മൾ ഇതിനുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തില്ലേ, അതുപോലെ ഇതിനുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുമ്പോൾ എന്ത് വരും, പുട്ട് സെഡ് സ്ക്വയർ ബൈ 2 ഈക്വൽ ടു യു എന്ന് കൊടുത്തു, മ്യൂ അല്ല യു ആണ്, യു എന്ന് കൊടുത്തു. അപ്പോൾ എന്തൊരും സെഡ് സ്ക്വയർ ഇക്വൽ ടു 2u എന്ന് കിട്ടി. അപ്പോൾ 2z dz ഈക്വൽ ടു 2du ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 2z dz ഈക്വൽ ടു 2du. അപ്പോൾ അങ്ങനെ വരും dz ഈക്വൽ ടു du ഡിവൈഡ് ബൈ എന്തൊരും സെഡ്. എന്നാൽ നമുക്കിതിപ്പോൾ 2z അങ്ങോട്ട് പോകുമ്പോൾ 2 ക്യാൻസൽ ആവും, നമുക്ക് സ്റ്റെപ്പ് ചെയ്ത് ഇങ്ങനെ വരും, എന്നൊരു dz വരുമ്പോൾ 2du ഡിവൈഡ് ബൈ 2z 2 ക്യാൻസൽ ആകുമ്പോൾ ബാക്കി എന്തുണ്ടാവും, du ബൈ സെഡ് എന്നുണ്ടാവും. ഇതിന് ഡി സെഡ് ഞാൻ ഇനി ഇത് ചെയ്തേ ഡി സെഡ് സിക്കൾ 2u അല്ലേ, വെറും du ഡിവൈഡ് ബൈ 2u വരും, വെറും 2u അല്ല, റൂട്ട് 2u എന്നാണ്, സെഡ് സ്ക്വയർ ആണ് 2u. അപ്പോൾ സെഡ് അങ്ങനെ വരും, അപ്പോൾ സെഡ് സ്ക്വയർ ആണ് 2u എന്നുണ്ട്, അപ്പോൾ സെഡ് സിക്കൾ ടു റൂട്ട് 2u, റൂട്ട് 2u ഇവിടെ എന്ത് ചെയ്യും, റൂട്ട് 2u സിൻസ് ആണ്, ഫോർമുല സിൻസ് റൂട്ട് 2u എന്നുണ്ട്. അപ്പം ഇനി എന്ത് ചെയ്യാം, നമുക്ക് പറഞ്ഞ ഇൻ്റഗ്രേഷൻ്റെ വാല്യൂ മാറണം അല്ലേ. അപ്പം അങ്ങനെ പറയും വെൻ സെഡ് ഈക്വൽ ടു 0 u ഈക്വൽ ടു 0, സെഡ് ഈക്വൽ ടു ഇൻഫിനിറ്റി u ഈക്വൽ ടു ഇൻഫിനിറ്റി. അപ്പോൾ 0 ടു ഇൻഫിനിറ്റി ആയി നമ്മളെ ലിമിറ്റ്. ഞാൻ മാറിയപ്പോൾ ഇനി നോട്ടും ഇതിന് ലിമിറ്റ് അങ്ങനെ മാറും 2 സിഗ്മ സ്ക്വയർ ഡിവൈഡ് ബൈ root 2 integral 0 to infinity z square e power minus z square by 2 dz. നമുക്ക് എങ്ങനെ മാറ്റിയതാ ഇനിയിപ്പോൾ ഈക്വൽ ടു 2 സിഗ്മ സ്ക്വയർ ഡിവൈഡ് ബൈ റൂട്ട് 2 integral 0 to infinity 2u e power u du ഡിവൈഡ് ബൈ റൂട്ട് 2u. ഇതിൻ്റെ നമുക്ക് ചുരുക്കിയതുണ്ടേ, ഇങ്ങനെ മാറ്റിയതപ്പോൾ അത് 2 സിഗ്മ സ്ക്വയർ ഡിവൈഡ് ബൈ റൂട്ട് 2 എന്ത് ചെയ്യും, റൂട്ട് 2 പുറത്തേക്കാണ് നമുക്ക് ഇങ്ങനെ ഒരു 5 കിട്ടും അല്ലേ. ഇങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്താൽ 0 ടു ഇൻഫിനിറ്റി 2u പവർ u du ഡിവൈഡ് ബൈ 2u. ഇത് റൂട്ട് എന്ത് ചെയ്യുക, റൂട്ട് ഉള്ളിൽ പോയി ബാക്കി വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും 2 സിഗ്മ സ്ക്വയർ ഡിവൈഡ് ബൈ റൂട്ട് ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി
u power 1 by 2 e power minus u du, e power minus u du. പിന്നെ ഇതിന് മാറ്റണ വരും 2 sigma square divided by root pi, 2 sigma square root pi integral over 0 to infinity u power 1 by 2 ഉണ്ട്, e power minus u ഉണ്ട്, du ഉണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് എഴുതാൻ പറ്റും u power 3 by 2 e power minus u du. എന്ത് നമുക്ക് യു പവർ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എന്ത് നമുക്ക് അതിൻ്റെ ഇത് മാറില്ല, ഡി യു തന്നെ. അപ്പോൾ ഡി യു എന്ത് ചെയ്യും, നമുക്ക് തിരിച്ചു വരുമ്പോൾ 2 ഡി യു ആണുണ്ടായിരുന്നു, ഡിവൈഡ് ബൈ 2 റൂട്ട് യു ഉണ്ടായിരുന്നു. അത് മാറി എന്തായി യു പവർ 3 by 2 ആയി മാറുന്നു. ആ റൂട്ട് കൂടി ചേർന്നപ്പോൾ എന്താ യു പവർ 3 by 2 ഇ പവർ മൈനസ് യു ഡി യു. ഇങ്ങനെ പറ്റും 2 sigma square divided by pi root 3 by 2. നമ്മൾ ഇതിൻ്റെ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇൻ്റഗ്രേറ്റ് ചെയ്ത് ലിമിറ്റ് സെറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും, ഹായ് 3 by 2. ഇൻ്റഗ്രേറ്റ് ചെയ്ത് ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നവിടെ അങ്ങനെ ഇൻ്റഗ്രേഷൻ ചെയ്ത് ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് വരും, നമുക്ക് ഓഫ് ഐഡൻറ്റിക്കൽ ലെറ്ററായി കിട്ടുന്നത് 2 sigma square divided by root pi. ഇത് റൂട്ട് ഇത് ഗാമായിട്ട് വരിക, ഇത് ഗാമ 3, റൂട്ട് 3 അല്ല ഗാമ 3 ഉള്ളൂ. ഇതാണ് റൂട്ട് വരിക, ഇത് ഗാമ വരിക, ഗാമ റൂട്ട് വരിക. അപ്പോൾ എന്തുവരും 1 by 2 ഗാമ 1 by 2, ഗാമ 1 by 2. അപ്പോൾ എങ്ങനെ വരും 2 sigma square divided by root pi 1 by 2 റൂട്ട് പൈ, ഗാമ 1 by 2 1 by 2 വരുന്നത് റൂട്ട് പൈ. എന്തിനും ഇന്ന് പയ്യും പയ്യും ക്യാൻസൽ ആകും, 2 ക്യാൻസൽ ആകും, ബാക്കി എന്തുണ്ടാവും സിഗ്മ സ്ക്വയർ. ഇതാണ് നമ്മുടെ വേരിയൻസ്. ദാറ്റ് ഈസ് ദ വേരിയൻസ് ഓഫ് എക്സ് ഈക്വൽ ടു സിഗ്മ സ്ക്വയർ എന്ന് പറയാൻ പറ്റും.